ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് ഫീഡായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ഡേ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്. അൻവിക്കുട്ടിയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ചേച്ചിക്കും ചേട്ടനും ഒന്നിടം വരെ പോകണമായിരുന്നു. അങ്ങനെ അൻവിക്കുട്ടി രാവിലെ മുതലേ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. അവളെ കളിച്ചെടികളാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉപ്പും പപ്പടമായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ അച്ചാമ്മയും കൊച്ചുമോളും കൂടെ അപ്പോൾ അതുപോലെ കാര്യം പറയാൻ തുടങ്ങി. അപ്പോഴപ്പുറത്തെ അമ്മൂമ്മയുടെ വീട്ടിൽ ഒരാട്ടിൻകുട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആടിനെ കാണാൻ വേണ്ടി അൻവിക്കുട്ടിയും കൂടെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. പാട്ട് പാടി കൊടുക്കോ അൻവി ആട്ടിക്കുട്ടിക്ക്? എന്താ പാട്ട് പാടും? പച്ചവെള്ളം കുടിച്ചാ ഒരു വകയാണ് പിന്നെ ചെവിയൊക്കെയാണ് വെള്ള കീര സ്വാദം വയ്ക്കാൻ അറിയാൻ പറ്റൂ. അയ്യോ ഞാൻ അരിഞ്ഞല്ലോ, ഞാൻ അരിഞ്ഞു തരാം. ചെവി ഞങ്ങളുടെ പേരെന്തര്? ശങ്കരൻ. വിളിച്ചത് ശങ്കരാന്ന്. ശങ്കരൻ പറഞ്ഞു ശങ്കരാന്ന് വിളിച്ച ചിരിക്കും. നമ്മൾ ആട്ടുകുട്ടി കാണാനില്ല, അതല്ല നല്ല അത് കരിക്കുന്നതന്നെ. ശങ്കര അമ്മ മണ്ണില്ല. ആര്? അവന്റെ പേരെന്തര്? ശങ്കരൻ. എന്താണ്? അവൻ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയ ശങ്കരനാ? വെയില് പോ. ശങ്കറിന് താറ്റോട് ബായ്. ഒന്നും കൂടി താറ്റോട്. അങ്ങനെ കുറച്ച് കുപ്പച്ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന്. കുപ്പച്ചീര തോരൻ ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് നിങ്ങൾ കണ്ടു നോക്കണേ. നൈക്കാട്ടി കൊടുത്തേക്കാവേ. നില്ലമ്മ ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ അൻവിക്കുട്ടിയുടെ ആഗ്രഹപ്രകാരം ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടെ ശരിക്കും മാങ്ങയുണ്ട് കേട്ടോ. ഒത്തിരി മാങ്ങ ഉണ്ട്. ഞാൻ നിൽക്കുന്നുണ്ടല്ലേ. നമുക്ക് അമ്മമ്മ മാങ്ങയൊക്കെ തരും കേട്ടോ. പഴുക്കാറാവുമ്പോഴും അല്ലാതെ മാങ്ങയൊക്കെ തരും അച്ചാറൊക്കെ ഇടാൻ വേണ്ടി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മൂമ്മയുടെ വീട്. നമ്മളിപ്പോഴാണ് കേട്ടോ അമ്മൂമ്മയുടെ വീടിൻ്റെ അങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതുവരെ പോയിട്ടില്ല. ആട്ടിൻകുട്ടിയെ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ പോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീടെത്തി. അമ്മ കൈയോടെ തന്നെ കുപ്പച്ചീര അരിഞ്ഞു കേട്ടോ. അപ്പുറത്ത് അമ്മൂമ്മയ്ക്കും കൂടെ കൊടുക്കാൻ വേണ്ടി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അൻവിക്കുട്ടിയുടെ ഡാൻസ് പെർഫോമൻസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ വന്നിട്ട് തിരുവാതിര കളിക്കും. അപ്പോൾ ആ ഒരു പാട്ടിട്ട് കൊടുത്ത് അവളും അതുപോലെ കളിക്കാം കേട്ടോ. പാട്ട് ഒരുപാട് നേരം നമുക്കിതിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ പാട്ടിൻ്റെ സൗണ്ട് ഞാൻ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. ഇത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. വിളക്ക് കണ്ട വിളക്ക് തൊട്ട് പോയി ഇതുപോലെ പ്രാർത്ഥിക്കും. ഡാൻസിൻ്റെ ഇടയിൽ എപ്പോഴും അവൾ ചെയ്യുന്നൊരു കാര്യമാണിത്. കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ്റൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ചാർത്താം ഞാൻ തുളസി കതിർന്നുള്ളിയെടുത്ത് എന്നെന്നും ചാർത്താം ഞാൻ തുളസി കതിർന്നുള്ളി കണ്ണനൊരു മാല പൊട്ടാത്ത നൂലിൽ കെട്ടി. അങ്ങനെ നമ്മൾ ഡാൻസും കച്ചേരി എല്ലാം കഴിഞ്ഞ് അപ്പം തന്നെ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള ഫുഡ് അടിയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം ആ സമയത്ത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻവിക്കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ പൈനാപ്പിൾ വന്നിട്ട്. അപ്പോൾ അവൾക്ക് പൈനാപ്പിൾ അമ്മ അരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. പിന്നെ അൻവിക്കുട്ടിക്ക് എരിയായതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കത്തില്ല. ചെറുതായിട്ട് ശകലം കൊടുക്കും കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കൊടുക്കാറുണ്ട്. ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്.
അങ്ങനെ പിന്നെ നമ്മളെ എല്ലാ കലാപരിപാടിയും കഴിഞ്ഞപ്പോൾ അനിൽക്കുട്ടിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇത് ഒത്തിരി നാളത്തേക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ, ഇപ്പോഴേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ. അങ്ങനെ അച്ചാമ്മയും കൊച്ചുമോളും കൂടെ നന്നായി ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ആളല്ല, ചില സമയത്ത് കിടന്നുറങ്ങും. പിന്നെ അവിടെ ഇരുന്ന കേക്കൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഏകദേശം ഒരു വൈകുന്നേരമായി. അച്ചാച്ചനും കൊച്ചുമോളും കൂടെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അവൾ ഉറക്കം എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്, 7-8 മണിയാവും. അപ്പോൾ ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അച്ചാറും നല്ല ചൂര ഫ്രൈയും കൂടെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ. നമ്മളെല്ലാവരും ഒത്തു കൂടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, എപ്പോഴും ഒത്തിരുന്നാണ് കഴിക്കാറ്. അപ്പം നമ്മൾ പ്ലേറ്റെല്ലാം റെഡിയാക്കി വെച്ച് നമ്മളെല്ലാവരും വട്ടത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ ഒത്തിരി നാൾക്ക് മുന്നേ ഉള്ളതാണ്. കാരണം എൻ്റെ ബ്രദർ ഇപ്പോൾ നാട്ടിലില്ല, അബുദാബിയിലാണ്. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കും. ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. അപ്പോൾ ബ്രദർ നാട്ടിലുള്ള ടൈമിൽ എടുത്ത വീഡിയോസ് ആക്കിയായിരുന്നു കേട്ടോ ഇത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.